നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക രോഗി സുരക്ഷാ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ക്യൂകോൺ 24 എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന രോഗി സുരക്ഷാ ശില്പശാലയ്ക്ക് സമാപനമായി. 300ഓളം ആളുകൾ പങ്കെടുത്ത ശില്പശാല CAHO സെക്രട്ടറി ജനറലും CMC വെല്ലൂർ ക്വാളിറ്റി മാനേജറുമായ ഡോക്ടർ ലല്ലു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോക രോഗി സുരക്ഷാ ദിനാചരണത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ക്യൂകോൺ 24 എന്ന പേരിൽ ദ്വിദിന രോഗി സുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചത്. CAHO സെക്രട്ടറി ജനറലും CMC വെല്ലൂർ ക്വാളിറ്റി മാനേജറുമായ ഡോക്ടർ ലല്ലു ജോസഫ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. The medical errors, what at one point we did not perceive as a medical error, today is considered as a medical error. Small mistakes are known to them. I'll tell you a couple of days back what happened in my organization. കിംസ് അൽഷിഫ ആശുപത്രിയിലെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി ജീവനക്കാരും മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300ഓളം പേർ ശില്പശാലയുടെ ഭാഗമായി. ആശുപത്രികളിൽ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സയിലെ ഗുണനിലവാരത്തെക്കുറിച്ചും പാലിക്കേണ്ട പ്രോട്ടോകോളുകളെക്കുറിച്ചും മനസ്സിലാക്കുന്ന വ്യത്യസ്ത സെഷനുകളാണ് ശില്പശാലയിൽ സംഘടിപ്പിച്ചത്. Engage with patients to make them the center of care. It's so important that we bring back that trust the patients have with the doctors, the nurses and the healthcare delivery system. Today that trust is lost, and it's important for us to keep talking to our healthcare workers about the trust the patients should have with the healthcare delivery. And I really appreciate Kims Alshifa for this wonderful initiative taken here in this hospital, bringing quality managers, administrators, doctors, nurses from across the region here today to talk more and more about patient engagement, the focus of healthcare delivery for all of us. NABH, ASCI, CAHO തുടങ്ങിയവയിലെ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഓൺവേർഡ് അസിസ്റ്റന്റ് കോ-ഫൗണ്ടർ ദിനേശ് ദത്ത് കോക്ക, ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും ASCI വൈസ് പ്രസിഡന്റും CEOയുമായ ധീരജ് കട്ടോരെ, ഡൽഹിയിലെ AEON മെഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ സ്ഥാപകനും CEOയുമായ ഡോക്ടർ കേണൽ രാജേഷ് വർമ്മ, HIIH ഇന്നോവേഷൻസ് സ്ഥാപകനും ഡയറക്ടറുമായ ഡോക്ടർ ജഗദീഷ് ചതുർവേദി, ഇഡാപ്റ്റ് സ്ഥാപകനും CEOയും നിർമ്മിത ബുദ്ധി മേഖലയിലെ പ്രശസ്തനുമായ ഉമർ അബ്ദുസലാം, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ CEO പ്രിയൻ KC, കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ കോർഡിനേറ്ററും സ്പോർട്സ് ഇഞ്ചുറി സർജനുമായ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ വിനീത മേരി ജോയ് തുടങ്ങിയവർ ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ച വ്യത്യസ്ത സെഷനുകൾക്ക് നേതൃത്വം നൽകി. സീനിയർ ജനറൽ മാനേജർ C. സതീഷ്, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ പ്രദീപ് കുമാർ, ക്വാളിറ്റി മാനേജർ സ്വാതി ലക്ഷ്മി, ക്ലിനിക്കൽ എഞ്ചിനീയർ ഷിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മളെ രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ടെ, ആക്സിഡന്റ് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.